വളരെ വേഗം നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ അതേ മേഖലയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചതിന് ശേഷമാണ് മണ്ണിടിഞ്ഞത്. ഉച്ചയ്ക്ക് 1:30-ഓടെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, തുടർച്ചയായി മണ്ണിടിയുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആശങ്ക ഒഴിയുന്നേയില്ല. പാണക്കാട് ആളുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് തന്നെ ആരും ഇല്ലാതിരുന്നത് കൊണ്ട് ആളപായം ഉണ്ടായില്ല അല്ലേ? ആളപായമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ ആശങ്ക ഇപ്പോഴും ആ മേഖലയിൽ തുടരുന്നുണ്ട്. റോഷ്നിയും നമുക്കറിയാം, ഇന്ന് രാവിലെ 8:46 ആദ്യത്തെ മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടാകുന്നത്. തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിയതാണ് ഉണ്ണിത്തുവൂർ. അതിനുശേഷം 9:28 അതിഭീകരമായിട്ടുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. മണ്ണ് താഴേക്ക് പതിച്ചു വീഴുന്നതും ആളുകൾ ചിതറിയോടുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആളുകളെ പൂർണ്ണമായിട്ടും, മാധ്യമപ്രവർത്തകരെ അടങ്ങുന്ന ആളുകളെ തന്നെ പൂർണ്ണമായിട്ടും ആ മേഖലയിൽ നിന്നും മാറ്റിയിരുന്നു. സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റിയിരുന്നു. ബാരിക്കേഡുകൾ പൂർണ്ണമായിട്ടും സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഫയർഫോഴ്സ് പോലെയുള്ള ഉദ്യോഗസ്ഥരെ പോലും നിർത്താൻ അനുവദിച്ചിരുന്നില്ല. കാരണം മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴുമുണ്ട്, ആശങ്കയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരുന്നു അത്തരമൊരു ജാഗ്രതാ നടപടി സ്വീകരിച്ചിരുന്നത്. അതിനിടയിലാണ് ഈ തൊട്ട് മുൻപിലുള്ള മണ്ണിടിഞ്ഞു വീണ കടലുണ്ടിപ്പുഴയുടെ മറുവശത്തുള്ള ആളുകളിൽ ചില ആളുകൾ പകർത്തിയ ദൃശ്യങ്ങൾ. ഏകദേശം മണിക്കൂറുകൾക്ക് മുൻപ് 1:30-ഓടുകൂടി മണ്ണിടിച്ചിലുണ്ടായ ദൃശ്യങ്ങളാണ് പകർത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീതിപ്പെടുന്ന കാഴ്ചയാണ്. മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ വീണ്ടും മുകൾ ഭാഗത്തു നിന്നും മണ്ണ് താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി മണ്ണെടുത്ത മേഖലയിൽ തന്നെയാണ് വീണ്ടും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ജനവാസ മേഖലയാണ്. അങ്ങോട്ടേക്ക് ഇത് ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശേഷം തൊട്ടപ്പുറത്തെ വീടുകളിൽ വിള്ളലുകൾ കണ്ടതാണ്. വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. അതിനിടയിൽ കൂടിയാണ് ഈ സംഭവം ഉണ്ടായ സമാനമായിട്ടുള്ള പ്രദേശത്തെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിന് ആരാണ് അനുമതി കൊടുത്തതെന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഉയരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ആളുകളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, സംഭവങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായ, അതായത് രാവിലെ ഉണ്ണിത്തുവൂർ ദൃശ്യങ്ങൾ പകർത്തിയ മേഖല, ഈ കാരാത്തോടിനും പാണക്കാടിനും മധ്യയിൽ വരുന്ന ഇടയപ്പാലം എന്ന് പറയുന്ന ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായ അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇന്ന് 1:30-ഓടുകൂടി വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ച ഘട്ടത്തിൽ അദ്ദേഹവും പറയുന്നുണ്ടായിരുന്നു, ഇനിയും മണ്ണിടിച്ചിലിനോട് സാധ്യതയുണ്ട്. വെള്ളം നീരറോ പോലെ രൂപപ്പെട്ട് താഴോട്ട് ഒലിച്ചിറങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. വലിയ രീതിയിൽ മണ്ണ് താഴേക്ക് അടർന്നു വീഴാനുള്ള സാധ്യത ഇനിയുമുണ്ട് എന്നുള്ളത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ്. അവിടെ പരിശോധനക്കെത്തിയ മണ്ണ് പരിശോധനാ സംഘമാണെങ്കിലും അവർക്കൊന്നും തന്നെ അങ്ങോട്ടേക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ജാഗ്രതാ നടപടികൾ മാത്രം പോരാ, ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും അധികാരികൾ തയ്യാറാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. വിശേഷിച്ചും ഇക്കാര്യത്തിൽ ജൂൺ 19-ന് ജിയോളജി വകുപ്പ് അവിടെ പാറ പൊട്ടിക്കുന്നതിന് വേണ്ടി കൊടുത്ത അനുമതി അത് അവസാനിച്ചിട്ടുണ്ട്. ഈ നിർമ്മാണം നടത്തിയിരുന്ന മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിയായിട്ടുള്ള നൌഫൽ എന്ന് പറയുന്ന വ്യക്തി അനുമതി മറികടന്നുകൊണ്ടാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന രേഖകൾ നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. അതോടൊപ്പം തന്നെ നഗരസഭ കൊടുത്തിരുന്ന മണ്ണെടുക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി അത് തൊട്ടടുത്ത ദിവസം ജൂൺ 20-ന് അവസാനിച്ചതാണ്. ജൂൺ 20-ന് ഇപ്പുറവും അവിടെ വ്യാപകമായിട്ട് അശാസ്ത്രീയമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മണ്ണെടുപ്പ് നടന്നിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി 3 തവണ അവിടെ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ആളുകളെ പൂർണ്ണമായിട്ടും മാറ്റിയതിനു ശേഷവും മണ്ണ് അവിടെ ഇടിഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ടും മാധ്യമ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ഒന്നും തന്നെ ആ മേഖലയിലോട്ട് കടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൃശ്യങ്ങൾ നമുക്ക് നമ്മുടെ ക്യാമറകളിൽ പകർത്താൻ സാധിക്കാത്തത്. അതിനിടയിലാണ് അവിടെയുള്ള പ്രദേശവാസികൾ പുഴയ്ക്ക് മറുവശത്ത് നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. വീണ്ടും മണ്ണിടിച്ചിലുള്ള സാധ്യത ഏറി വരുമ്പോൾ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ജനവാസ മേഖലയിലെ ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നഗരസഭാ ചെയർപേഴ്സൺ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ വരും ദിവസങ്ങളിലും അവിടെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം അവിടെ നിന്ന് ഉയരുകയാണ്. റോഷ്നി, ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ജീവിതം അത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതായി അധികാരികൾ കാണേണ്ടതുണ്ട്. ഒരു സ്വകാര്യ വ്യക്തി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനം അത് അനധികൃതമാണ്. പക്ഷേ മണ്ണിടിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ കർശനമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നഗരസഭാ ചെയർപേഴ്സൺ വരെ അത് വ്യക്തമാക്കിയതാണ്. അപ്പോൾ എന്തായിരിക്കും നടപടികൾ എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ആ പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുകയാണ്. മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്.